ലോക്സഭാ മണ്ഡല പുനർനിർണയത്തിൽ പ്രധാനമന്ത്രിയെ ആശങ്ക അറിയിക്കാൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ. തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ വിളിച്ച യോഗത്തിലാണ് തീരുമാനം. 25 വർഷത്തേക്ക് കൂടി മണ്ഡല പുനർനിർണയം മരവിപ്പിക്കണമെന്നാണ് യോഗത്തിൽ ഉയർന്ന ആവശ്യം. என்னை பொறுத்தவரையில் இந்திய கூட்டாட்சியை காக்கும் வரலாற்றின் மிக மிக முக்கிய நாளாக இந்த நாள் அமையப் போகிறது. சென்சஸ் அடிப்படையில் மேற்கொள்ளவிருக்கும் மக்கள் தொகை அடிப்படையிலான தொகுதி மறுசீரமைப்பு என்பது നമ്മെ പോன்ற മാநிலങ്ങളെ വെകുവാക ബാധിക്കப் പോകുന്നത്. 4 മുഖ്യമന്ത്രിമാരും 2 ഉപമുഖ്യമന്ത്രിമാരും ഉൾപ്പെടെ 15 പാർട്ടികളുടെ നേതാക്കൾ എം.കെ. സ്റ്റാലിൻ ഒരുക്കിയ കുടക്കീഴിൽ ഒത്തുകൂടി. സംസ്ഥാനങ്ങൾ ഒരുമിച്ച് നിന്നാൽ മണ്ഡല പുനർനിർണയത്തിനെതിരെ പൊരുതി ജയിക്കാനാകുമെന്ന് സ്റ്റാലിൻ. സീറ്റ് കുറയുന്നത് സംസ്ഥാനത്തെ രാഷ്ട്രീയ പ്രാതിനിധ്യം കുറയലാണെന്ന് നേതാക്കൾ ഒന്നടങ്കം അഭിപ്രായപ്പെട്ടു. ഫെഡറലിസം കേന്ദ്രത്തിന്റെ ഔദാര്യമല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഫെഡറലിസം ഈസ് നോട്ട് എ ഗിഫ്റ്റ് from the union but a right of the states. Our collective resistance is not just about seats. യോഗത്തിൽ പങ്കെടുത്ത പാർട്ടികളുടെ എംപിമാരുടെ കോർ കമ്മിറ്റി രൂപീകരിക്കും. മണ്ഡല പുനർനിർണയത്തിൽ പ്രധാനമന്ത്രിയെ കണ്ട് ആശങ്ക അറിയിക്കും. 25 വർഷത്തേക്ക് കൂടി മണ്ഡല പുനർനിർണയം മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെടാനും യോഗം തീരുമാനിച്ചു. യോഗത്തെ വിമർശിച്ച ബി.ജെ.പി. ചെന്നൈയിൽ കരിങ്കൊടി പ്രതിഷേധം നടത്തി. ദേശീയ തലത്തിൽ ഇരുചേരിയുടെയും ഭാഗമല്ലാത്ത BRS, BJD, അകാലിദൾ പാർട്ടികളെ ചെന്നൈയിലെത്തിക്കാൻ കഴിഞ്ഞത് എം.കെ. സ്റ്റാലിന് നേട്ടമായി. എന്നാൽ തൃണമൂൽ കോൺഗ്രസ് യോഗത്തിന് പങ്കെടുത്തില്ല. അടുത്ത യോഗം ഹൈദരാബാദിൽ ചേരും. ക്യാമറാമാൻ ശ്രീകാന്ത് ഗൗരീശപ്പെട്ടത്തോടൊപ്പം മുഹമ്മദ് റഹീസ്, 24, ചെന്നൈ.